ഹായ് എവരിവൺ. ആലപ്പുഴയ്ക്കാകെ സ്വന്തമായിട്ട് ഒരേ ഒരു വനം മാത്രമാണുള്ളത്. അവിടേക്ക് പോയ കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഇത് പാർക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഗൈഡിനൊപ്പം കാർഡ് കാണണമെങ്കിൽ 100 രൂപയുടെ ഒരു പാസും എടുക്കും. പക്ഷേ 100 രൂപയ്ക്ക് അത് നഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇച്ചിരി സ്ഥലമേ ഉള്ളൂ നടക്കാൻ. പക്ഷേ ഇവിടുത്തെ വൈബ് അടിപൊളിയാണ്. ഇവിടുത്തെ ഒരു ആംബിയൻസ് ഭയങ്കര അടിപൊളിയാണ്. കാരണം നമുക്കിവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പോകാനായിട്ട് തോന്നത്തില്ല. പമ്പയറാണ് ഇതിൻ്റെ അടുത്തൂടെ ഒഴുകുന്നത്. ഇതിൻ്റെ അടുത്ത് എവിടെയോ തുരത്തിൽ താമസിക്കുന്ന കുറച്ച് ചേച്ചിമാരുണ്ട്. അവർക്ക് ജലക്ഷാമം ഉള്ളതുകൊണ്ട് ഇവിടെ വന്നായിരുന്നു വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. ഈ ആറിൻ്റെ 2 സൈഡിലും കുറച്ച് ഇല്ലിക്കാടുകളുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഭാഗമായിരുന്നു. ഞാൻ അതിനുള്ളിൽ കയറിയ സമയത്ത് അവിടെയെങ്ങും ആരുമില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം ഓടി. എന്നിട്ട് പാട്ടൊക്കെ പാടി ഒരു പഴയ പാട്ട്, അല്ലീളം പൂവോ ഇനി തലയൊന്നിന് 100 രൂപ കൊടുത്ത് ഞങ്ങൾ കയറിയ കാട് കാണിക്കാം. 1 കിലോമീറ്ററിനടുത്തുണ്ട് നടക്കാൻ. ഈ തടിപ്പാലമായിരുന്നു തുടക്കം. ഇത് ഒരു കുളമായിരുന്നേ. ഇതിലെന്തൊക്കെയോ പണികൾ നടക്കാണ്. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ഈ കുളത്തിൻ്റെ അടുത്തിട്ടാണ് വരുന്നത്. ഇതേപോലത്തെ ഒറ്റയടിപ്പാതയാണ് ഇനി അങ്ങോട്ട് മുഴുവൻ വരുന്നത്. ധാരാളം വള്ളിപ്പട്ടർപ്പ് താഴെ കൂടെ ഒക്കെ പോകുന്നതുകൊണ്ട് സൂക്ഷിച്ചു വരണം, ഇല്ലെങ്കിൽ മൂക്കടിച്ച് താഴെ കിടക്കും. കാരണം ഫോണും പിടിച്ച് നടന്നു വന്നതുകൊണ്ട് ഞാനും ഒന്ന് വീഴാൻ പോയായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ ഒരു ചേരയെ എലിയോ മറ്റോ കണ്ടിട്ട് എവിടുന്നും എടുത്ത് ചാടിയതാണ് ആശ. കുട്ടികളും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങളും ഒന്ന് പേടിച്ചു. ഇനി കാണാൻ പോകുന്നതാണ് മക്കുവള്ളി എന്ന് പറഞ്ഞൊരു വള്ളിച്ചെടി. ഈ കാണുന്നത് ഗൈഡാണ് ഇതിൻ്റെ പേര് പറഞ്ഞു തന്നത്. എന്തൊക്കെയോ പ്രത്യേകതകളുള്ളൊരു ഔഷധ സസ്യമാണ്. നിങ്ങളവിടെ പോവുകയാണെങ്കിൽ അവർ നിങ്ങൾക്കും വിശദമായിട്ട് പറഞ്ഞു തരും. ഈ കാടിൻ്റെ ഒരു ഭാഗം എത്തുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് പമ്പയാറ് കാണാൻ പറ്റും. പിന്നെ ഇങ്ങനെ നടന്ന് ചെല്ലുമ്പോഴത്തേക്കിനും നമ്മൾ ആദ്യം ഒരു കുളം കണ്ടില്ലേ, അതിൻ്റെ അടുത്തെത്തും. ഈ കുളം കുറച്ച് വലുതാക്കിയിട്ട് ഇതിൻ്റെ ചുറ്റും കുറേ കണ്ടൽ ചെടികൾ നടാനാണ് ഇവരുടെ പ്ലാൻ. ഗൈഡ് പറഞ്ഞതാണ്. ഇനിയുള്ള യാത്ര ഇതിൻ്റെ സൈഡിൽ കൂടെയാണ്. ഇത്രയേ ഉള്ളൂ കാട്ടിക്കൂടെയുള്ള യാത്ര. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് 100 രൂപ ഒരല്പം കൂടുതലായെന്ന് എനിക്ക് തോന്നിയത്. പക്ഷേ ഇവിടുത്തെ സ്റ്റാഫൊക്കെ അടിപൊളിയാണ് കേട്ടോ. കളിക്കുന്നതിനിടയ്ക്ക് ഒരു കുട്ടി താഴെ വീണ് അതിൻ്റെ നെറ്റി മുറിഞ്ഞ് ഒരുപാട് ചോര വന്നു. അപ്പോൾ സ്റ്റാഫൊക്കെ ഭയങ്കര സിൻസിയറായിട്ട് അവർക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വേണ്ടിയൊക്കെ അവർ ഒരുപാട് പിന്നെ ഒരു പ്രധാന കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. ഇത് റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലാണ് ഈ ഒരു വനം വരുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.